ഇവരെ അത് മറ്റേ ടാങ്കറിന്റെ എഞ്ചിൻ നമുക്ക് അത് പിടിക്കും കൂടെ സൈഡിലേക്ക് ക്യാമറയുടെ സൈഡിലേക്ക് നേരെ ഫോണിലായത് വണ്ടി തിരിയാൻ മുന്നോട്ട് പോയി തിരിയണമെന്നുണ്ട് ബാക്കിൽ തിരിയാവുന്നതാണ് നമ്മളതല്ല ഇതിന്റെ വേറെ വാഹനങ്ങളിൽ മറ്റേ ടാങ്കറിൽ എല്ലാ ഇത് കൊമ്മിച്ചില്ല കാട്ടിന്റെ കൊമ്മിച്ചില്ല അങ്ങനെ വെച്ചാൽ ഇത് നമ്മളെല്ലാം ശൈത്താണ് അതിന്റെ ഒരു സ്ഥിരീകരണം. ഏതായാലും നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളാണ് ആ സൂചനകൾ നൽകിയത്. ആ JCB ഉപയോഗിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ ഏതോ ഒരു പ്രതീക്ഷ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ. അതിനിടയിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. നേരിയ തോതിലല്ല, ഒരു അത്യാവശ്യം ഒരു മഴയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെയൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയും കടുത്ത ചൂടും അനുഭവപ്പെട്ടെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ മാറിയിരിക്കുന്നു. വരുമ്പോൾ ഉണ്ടായ ഒരു സ്ഥിതിയല്ല ഇപ്പോൾ. ഒരു പക്ഷേ അത് വേലിയേറ്റ സമയമാണ്. ഇപ്പോൾ വേലിയേറ്റ സമയത്ത് ഇതിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു അവസ്ഥ കൊണ്ട് കൂടുന്നതായിരിക്കാം. എന്തായാലും നിർണായക ഘട്ടത്തിലേക്ക് ഈ തെരച്ചിൽ പോകുന്നു. ഇനി അർജുന്റെ ലോറിക്കരികിലേക്ക് എത്തുന്നുണ്ടോ, നമ്മൾ എത്താൻ പോകുന്നു എന്ന അത് വളരെ നിർണായകമായ നിമിഷം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ഇതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ ആ എഞ്ചിൻ അത് അർജുന്റെ ലോറിയുടേതല്ല, അത് മറ്റൊരു വാഹനത്തിന്റേതാണ്. ഇന്നലെ ലഭിച്ച ആ വാഹനത്തിന്റേതാണ്. സജീവ് വേറൊരു ടാറ്റ വാഹനമുണ്ട്. ആ ടാറ്റ വാഹനത്തിന്റെ എഞ്ചിൻ ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നോട് ഞങ്ങൾക്ക് അറിയാം. ആ എഞ്ചിൻ അറിയാം. ആ എഞ്ചിനാണ് വലിയ ലോഹഭാഗങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നോക്കിയ ഇന്നലെ അടുത്ത വാഹനത്തിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ ടാറ്റന്റെ പോലെ തോന്നിയിരുന്നു. എന്തായാലും ടാറ്റന്റെ അല്ല അതിന്റെ എഞ്ചിൻ ഭാഗത്ത് ഇവിടുന്ന് മീറ്ററുകൾക്കപ്പുറം മാറിയാണ് അതിന്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഒരു ഭാഗം ഇങ്ങനെ ലഭിച്ചത്. അതിന്റെ ടയർ മറ്റൊരു ഭാഗത്തു നിന്നാണ് ലഭിച്ചത്. അത്രത്തോളം വലിയ നേരത്തെ നമ്മൾ രാവിലെ നൽകിയ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ടെങ്കിലും സംശയിക്കുന്നത് അർജുന്റെ വാഹനം ഈ ഭാഗത്ത് തന്നെയാകാം എന്ന് അത് മറ്റേ ടാങ്കറിന്റെ എഞ്ചിൻ നമുക്ക് അത് പിടിക്കും കൂടെ സൈഡിലേക്ക് ക്യാമറയുടെ സൈഡിലേക്ക് നേരെ ഫോണിലായത് വണ്ടി തിരിയാൻ മുന്നോട്ട് പോയി തിരിയണമെന്നുണ്ട് ബാക്കിൽ തിരിയാവുന്നതാണ് നമ്മളതല്ല ഇതിന്റെ വേറെ വാഹനങ്ങളിൽ മറ്റേ ടാങ്കറിൽ എല്ലാ ഇത് കൊമ്മിച്ചില്ല കാട്ടിന്റെ കൊമ്മിച്ചില്ല അങ്ങനെ വെച്ചാൽ ഇത് നമ്മളെല്ലാം ശൈത്താണ് അതിന്റെ ഒരു സ്ഥിരീകരണം. ഏതായാലും നമ്മൾ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളാണ് ആ സൂചനകൾ നൽകിയത്. ആ JCB ഉപയോഗിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ ഏതോ ഒരു പ്രതീക്ഷ ലോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ. അതിനിടയിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. നേരിയ തോതിലല്ല, ഒരു അത്യാവശ്യം ഒരു മഴയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാവിലെയൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയും കടുത്ത ചൂടും അനുഭവപ്പെട്ടെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ മാറിയിരിക്കുന്നു. വരുമ്പോൾ ഉണ്ടായ ഒരു സ്ഥിതിയല്ല ഇപ്പോൾ.
ഒരു പക്ഷേ അത് വേലിയേറ്റ സമയമാണ്. ഇപ്പോൾ വേലിയേറ്റ സമയത്ത് ഇതിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു അവസ്ഥ കൊണ്ട് കൂടുന്നതായിരിക്കാം. എന്തായാലും നിർണായക ഘട്ടത്തിലേക്ക് ഈ തെരച്ചിൽ പോകുന്നു. ഇനി അർജുന്റെ ലോറിക്കരികിലേക്ക് എത്തുന്നുണ്ടോ, നമ്മൾ എത്താൻ പോകുന്നു എന്ന അത് വളരെ നിർണായകമായ നിമിഷം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ഇതിനൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ ആ എഞ്ചിൻ അത് അർജുന്റെ ലോറിയുടേതല്ല, അത് മറ്റൊരു വാഹനത്തിന്റേതാണ്. ഇന്നലെ ലഭിച്ച ആ വാഹനത്തിന്റേതാണ്. സജിത്, വേറൊരു ടാറ്റ വാഹനമുണ്ട്. ആ ടാറ്റ വാഹനത്തിന്റെ എഞ്ചിൻ ഞങ്ങൾ ഇതേ സ്ഥലമാണ് ഉപയോഗിക്കുന്നതിനോട് ഞങ്ങൾക്ക് അറിയാം. ആ എഞ്ചിൻ അറിയാം. ആ എഞ്ചിനാണ് സെയിം എഞ്ചിൻ. വലിയ ലോഹഭാഗം സമാനമായ ലോഹഭാഗം മറ്റ് നേരത്തെ ഇന്നലെ കൃത്യമായിട്ട് അറിയില്ല. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നോക്കിയ ഇന്നലെ അടുത്ത വാഹനത്തിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ ടാറ്റന്റെ പോലെ തോന്നിയിരുന്നു. വലിയ തോതിൽ അത് കേടുപാട് അല്ല അതിന്റെ എഞ്ചിനൊരു ഭാഗത്ത് ഇവിടുന്ന് മീറ്ററുകൾക്കപ്പുറം മാറിയാണ് അതിന്റെ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള ഒരു ഭാഗം ഇങ്ങനെ ലഭിച്ചത്. അതിന്റെ ടയർ മറ്റൊരു ഭാഗത്തു നിന്നാണ് ലഭിച്ചത്. അത്രത്തോളം വലിയ നേരത്തെ നമ്മൾ രാവിലെ നൽകിയ അതിനൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ടെങ്കിൽ സംശയിക്കുന്നത് അർജുന്റെ വാഹനം ഈ ഭാഗത്ത് തന്നെ ആകാം എന്ന്